1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പെയിന്റ് ഇറക്കുമതി ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു സമയത്ത് 4 സുഹൃത്തുക്കൾ കൂടി ഒരു ഗാരേജിൽ വെച്ച് ഒരു കമ്പനി രൂപീകരിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1942 ഈ ഒരു പെയിന്റ് ഇമ്പോർട്ടിന് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയതോടെ പെയിന്റ് മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മുംബൈ ബേസ് ആയിട്ടുള്ള ഈ 4 സുഹൃത്തുക്കൾ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ചമ്പക്ലാൽ ചോക്സി, ചിമൻലാൽ ചോക്സി, സൂര്യകാന്ത് ധാനി, അരവിന്ദ് വക്കീൽ എന്നീ 4 പേർ ചേർന്ന് ഒരു ഗാരേജിൽ വെച്ച് ഏഷ്യൻ ഓയിൽ ആൻഡ് പെയിൻറ് കമ്പനി എന്ന ഈ ഒരു കമ്പനി സ്ഥാപിച്ചു. ഇന്ത്യൻ വീടുകൾക്കായി അഫോർഡബിൾ ആയിട്ടുള്ള പെയിൻറ് നിർമ്മിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് അവർ ഈ കമ്പനിയെ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പേര് മാറ്റി. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു കമ്പനി പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ വളരുന്നതാണ് പിന്നീട് കണ്ടത്. 1950കളിൽ RK ലക്ഷ്മൺ ക്രിയേറ്റ് ചെയ്ത ഗട്ടു എന്ന ക്യാരക്ടർ ഏഷ്യൻ പെയിൻറ്റ്സിനെ ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ഒരു ബ്രാൻഡാക്കി മാറ്റി. ഇന്ത്യയിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റായിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ കമ്പനികളിൽ ഒന്നായിരുന്നു ഏഷ്യൻ പെയിൻറ്. 1970കൾ മുതൽ ഈ ഒരു ആവശ്യത്തിനായി അവർ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ കമ്പനിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഗാരേജിൽ തുടങ്ങിയ ഈ ഒരു ചെറിയ സംരംഭം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെയിൻറ് കമ്പനിയും ലോകത്തെ 8ാമത്തെ ഏറ്റവും വലിയ പെയിൻറ് കമ്പനിയുമായിട്ട് മാറി. ഇന്ന് ജസ്റ്റ് വാൾ പെയിൻറ്റുകൾ മാത്രമല്ല, ഡെക്കറേറ്റീവ് പെയിൻറ്റുകളും വാട്ടർ പ്രൂഫിംഗ്, ടെക്സ്റ്റേഴ്സ് അങ്ങനെയുള്ള പല സെഗ്മെൻറ്റിലും ഇവർ പെയിൻറ്റുകൾ ഇറക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്നത് നെറോലാക്, ബർജർ, ആക്സോ നോബൽ തുടങ്ങിയ കമ്പനികളാണ്. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ്സിന് 50% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ആദ്യകാലത്ത് ഗട്ടു എന്ന ക്യാരക്ടറും പിന്നീട് ഇവരുടെ ഹർഗർ കുച്ച് കേത്ത ഹൈ എന്ന ഇമോഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും ഈ ഒരു ബ്രാൻഡിന് കൂടുതൽ വിസിബിലിറ്റി നൽകി. ഇന്ന് ഈ കമ്പനിക്ക് 60ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 27ഓളം മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഗ്ലോബൽ ബ്രാൻഡാണ് ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മളിന്ന് ഏഷ്യൻ പെയിൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ താഴെ പോയിന്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.